ഷീല ആനന്ദ് ഇപ്പൊ വേണ്ട. ഷീല വീഡിയോ ഓൺ ചെയ്ത് വെച്ചോളൂ. ഓ ഓ ചൂട് ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. ഓം ശ്രീ സായിരാം. എല്ലാമായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. ഞാൻ ഷീല അയ്യപ്പനാണ്. ട്രിവാൻഡ്രം ഫോർട്ട് സമിതിയിൽ നിന്നാണ്. ഞാനൊരു ബാലവികാസ് ഗുരുവും കൂടിയാണ്. സായിരാം. സായിവാണി. ഉത്തമമായ ഔഷധം. ഏറ്റവും വലിയ രോഗം സുഖത്തിന്റെ ശാന്തിയുടെ അഭാവമത്രേ. മനസ്സിന് ശാന്തി ലഭിച്ചാൽ ശരീരത്തിന് ആരോഗ്യവും ലഭിക്കുന്നു. അതുകൊണ്ട് നല്ല ആരോഗ്യത്തിന് വെമ്പുന്നവർ വ്യക്തിയെ ചൈതന്യവത്താക്കുന്ന വികാര വിചാരങ്ങളിലും ഉദ്ദേശങ്ങളിലും ശ്രദ്ധിക്കണം. ചളി കളയാൻ വസ്ത്രങ്ങൾ അലക്കുന്നത് പോലെ ഇടയ്ക്കിടെ മനസ്സിനെയും അലക്കേണ്ടതുണ്ട്. അത് ചെയ്യാതെ ചളി കട്ടികൂടി നിങ്ങൾ ഒരു ശീലം രൂപപ്പെടുത്തുന്നു. അത് നീക്കുന്നത് അലക്കുകാരന് ക്ലേശകരവും തുണിക്ക് തന്നെ ഹാനികരവുമാകും. ഇതൊരു ദൈനംദിന പ്രക്രിയയാവണം. മനസ്സിൽ യാതൊരു ചളിയും പറ്റാതെ നോക്കണം. അതായത് ചളി ഒഴിവാക്കാനാവുന്ന കൂട്ടത്തിലെ നിങ്ങൾ വിഹരിക്കാവൂ. അസത്യം, അനീതി, അച്ചടക്കരാഹിത്യം, ക്രൂരത, വിദ്വേഷം ഇവയാണ് ചളിയുണ്ടാക്കുന്നത്. സത്യധർമ്മ ശാന്തി പ്രേമങ്ങൾ ശുചിത്വത്തിന്റെ ഘടകങ്ങളാകുന്നു. രണ്ടാമത് പറഞ്ഞവയുടെ ശുദ്ധവായു ഉൾക്കൊണ്ടാൽ മനസ്സ് ക്ഷുദ്രകീടങ്ങളിൽ നിന്ന് മുക്തമാകും. ദൃഢമനസ്കരും ശാരീരികമായി ശക്തിയുള്ളവരും ആയിത്തീരുകയും ചെയ്യും. വിവേകാനന്ദൻ പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് ഉരുക്കിന്റെ ഞരമ്പുകളും ഇരുമ്പിന്റെ പേശികളും ഉണ്ടാകണം. അതായത് നിങ്ങൾക്ക് പ്രതീക്ഷയും ആനന്ദവും വിജയപ്രഹർഷവും കുലുങ്ങാത്ത നിശ്ചയദാർഢ്യവും ഉണ്ടാകണം. അല്ലാതെ നൈരാശ്യവും വിഷണ്ണതയുമല്ല. നിങ്ങളുടെ ഹൃദയം അകത്തെ ആത്മീയ പ്രകാശം ബാഹ്യപ്രപഞ്ചത്തെ പ്രശോഭിപ്പിക്കത്തക്ക വിധം കണ്ണാടി പോലാകണം. അത് ആന്തരിക പ്രചോദനങ്ങളിൽ പ്രതിഫലിച്ച് അവയെ സേവനത്തിലേക്കും കാരുണ്യത്തിലേക്കും പരസ്പര സഹായത്തിലേക്കും വഴിപ്പെടുത്തണം. ആളുകൾ ഇപ്പോൾ സുഗ്രഹമല്ലാത്ത എല്ലാത്തരം വേദാന്ത ഗ്രന്ഥങ്ങളും വായിച്ചു പഠിച്ച് അവയുടെ അർത്ഥം പിടികിട്ടാൻ അവയുടെ വ്യാഖ്യാനങ്ങളും കുറിപ്പുകളും വിവർത്തനങ്ങളുമായി കെട്ടിമറിയുന്നു. അത് അവരുടെ തൊണ്ടയിലൂടെ ഒഴിച്ചുവിടുന്നു. പക്ഷേ ആ ഭാഗം ഹൃദയത്തെ ബാധിക്കാൻ ഇറങ്ങിച്ചെല്ലുന്നില്ല. അത് പ്രയോഗത്തിൽ വരുത്തുന്നില്ല. നാടകവേദിയിൽ വരുമ്പോൾ അതാത് വേഷങ്ങൾ അലിയുന്ന നടന്മാർ വേദി വിട്ടിറങ്ങുമ്പോൾ അവ ഊരിവെക്കുന്നത് പോലെ വേദാന്ത സത്യങ്ങൾ പൊതുദർശനത്തിന് വേണ്ടി അണിയുന്നു. അവർ അവയെ എപ്പോഴും മുറുകെ പിടിക്കുന്നില്ല. അവയ്ക്ക് നൽകാനാവുന്ന ആത്മാനന്ദം അവർക്ക് കിട്ടുന്നുമില്ല. അത് പ്രധാനമായും ശ്രദ്ധയോടുകൂടിയതും യഥാകാലം ചെയ്യേണ്ട ചിട്ടപ്പെടുത്തിയ നിഷ്ഠകളോട് കൂടിയതുമായ കാര്യമാണ്. ഒറ്റച്ചാട്ടത്തിനോ ഒരു ഊക്കിനോ നേടാവതല്ല. ഓരോ അടിവെപ്പും അടുത്ത അടിവെപ്പിനുള്ള ഊന്നായി ഉപയോഗിച്ച് പടിപടിയായി കയറേണ്ടതുണ്ട്. അറിയപ്പെടാവുന്ന ഏതെങ്കിലും തത്വത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ജീവിതമേ ഇപ്പോഴില്ല. ഇത് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഗൃഹസ്ഥയായാലും കുടുംബത്തലവനെ സംബന്ധിച്ചും യാഥാർത്ഥ്യം തന്നെ. സ്വഭാവശുദ്ധികൾ വീട്ടിൽ നിന്നെ വളർത്തിയെടുക്കണം. ഓരോ കുടുംബാംഗവും മറ്റു സുഖദുഃഖങ്ങളിൽ പങ്കാളിയാകണം. ഓരോരുത്തരും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം പാർത്തിരിക്കണം. ഈ സമീപനത്തിൽ ഊന്നി നിൽക്കണം. എന്തെന്നാൽ അത് സ്വഭാവ ചരിത്രമായി നിലനിന്നുകൊള്ളും. കമിഴ്ത്തിപ്പിടിച്ച പാത്രം വെള്ളത്തിലാട്ടിയാൽ വെള്ളം എങ്ങനെ നിറയാനാണ്? അത് മലർത്തിപ്പിടിച്ച്
സദ്വാസനകളെ ഉൾക്കൊള്ളണം. നിങ്ങൾ ഓരോ പാഠങ്ങളും ചിട്ടയോടെ പഠിക്കേണ്ടതും പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടതും അതിനായി ശ്രമിക്കേണ്ടതുമുണ്ട്. അതേ വിജയം നേടിത്തരൂ. നിങ്ങൾ ആ മഹശക്തിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാ ശ്രമങ്ങളിലും അത് ഉടനടി നിങ്ങളുടെ തുണയ്ക്കെത്തുകയും നിങ്ങളുടെ പ്രവൃത്തി ലഘുതരമാക്കുകയും ചെയ്യും. ഇത് ഭക്തിയിൽ നിന്ന് എല്ലാ ശക്തികളുടെയും ഉറവിടമായ പ്രഭുവെ ആശ്രയിക്കുന്നതിൽ നിന്നേ വരൂ. നിങ്ങൾ തീവണ്ടി യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് വാങ്ങി നിശ്ചിത വണ്ടിയിൽ കയറി ഇരിക്കുകയും വേണ്ടു. ബാക്കിയെല്ലാം എഞ്ചിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ എന്തിന് പെട്ടിയും കിടക്കയും തലയിലേറ്റി നിൽക്കണം? അതുപോലെ പ്രഭുവിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ച് നിങ്ങളുടെ കഴിവിന്റെ അങ്ങേയറ്റം പരിശ്രമിക്കുക. പ്രഭുവിലും അവിടുത്തെ അനുഗ്രഹത്തിലും വിശ്വാസം ഉണ്ടാക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകിയ ബുദ്ധിയെയും അന്ധകരണത്തെയും ഉപയോഗിച്ച് അത് നേടാൻ ശ്രമിക്കുക. ഈ സത്യസായി ആശുപത്രിക്ക് 4 വയസ്സ് പൂർത്തിയാക്കുന്നത് ആഘോഷിക്കാനാണ് നിങ്ങളെല്ലാം ഇവിടെ കൂടിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും ഉത്തമവും ബുദ്ധിപൂർവകവുമായ കാര്യം നിങ്ങൾക്ക് സുഖക്കേട് വരാതെ കാക്കുകയാണ്. വന്നു പോകുന്ന രോഗികളുടെ എണ്ണവും പോലെ ശസ്ത്രക്രിയകളുടെ എണ്ണവും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. അത് പുരോഗതിയുടെ അടയാളം എന്ന പോലെ ഡോക്ടർ റിപ്പോർട്ടിൽ വായിച്ചു. ചുറ്റുവട്ടത്തുമുള്ളവരുടെ ക്ഷേമത്തെയോ മൂല്യബോധത്തെയോ കുറിച്ച് നല്ലത് പറയുന്നതായി ഞാൻ ഇതിനെ കണക്കാക്കുന്നില്ല. ആശുപത്രി രോഗപ്രതിരോധ നടപടികൾ പ്രസരിപ്പിച്ചു ഗ്രാമീണരെ രോഗം തടയാനുള്ള മാർഗങ്ങൾ പരിശീലിപ്പിക്കണം. സ്വാവലംബനം വളർത്തിയെടുക്കുക. അതാണ് മികച്ച ഔഷധം. ചില വിഷയങ്ങൾ വിജയിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ജനിച്ചത്. ഈ കോഴ്സ് പൂർത്തിയാക്കുന്നതിന് വേണ്ട ചില അനുഭവ സമ്പന്നത നിങ്ങൾ നേടാൻ ബാക്കിയുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതി ആത്മാവ് തന്നെയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഈ കോഴ്സ് പൂർത്തിയാക്കുകയും വിജയിക്കുകയും ചെയ്തു. ആ ഘട്ടം എത്തുന്നതിന് എല്ലാ ജീവജാലങ്ങളോടും ഉറ്റവരെന്ന ഭാവം, സർവസമാനത്വ ഭാവം വളർത്തിക്കൊണ്ടുവരാൻ ആരംഭിക്കണം. അത് നേടാൻ നന്നേ ക്ലേശമുണ്ട്. പക്ഷേ എല്ലാറ്റിനുമുള്ള ആത്മാവിനെ ദർശിക്കാൻ അതൊന്നേ വഴിയുള്ളൂ. ഉദാഹരണത്തിന്, ആ ഭാവം കൈവന്ന ആൾ ഭക്ഷണത്തിന് മൃഗങ്ങളെ കൊല്ലുന്നതിലോ അവയെ നായാടുന്നതിലോ സന്തോഷിക്കുകയില്ല. ആനന്ദ ലബ്ധിക്ക് മൃഗങ്ങളെ തേടി മാളത്തിൽ ചെന്ന് കെണിവെച്ച് കാത്തുകിടന്ന് അവയെ കൊല്ലുന്നത് എന്തിനാണ്? സർവഭൂതാന്തര ആത്മാവെ ദർശിക്കുന്നതിന് നിങ്ങൾ എല്ലാ ജീവജാലങ്ങളോടും പ്രേമം വളർത്തിക്കൊണ്ടുവരണം. ആത്മാവ് സർവവ്യാപിയാണ്. ചില പ്രത്യേക ജാതിക്കാരിലോ നിറക്കാരിലോ വർഗങ്ങളിലോ മാത്രമേ അതിനെ കാണാവൂ എന്നോ തടിച്ചവരിൽ വൻ രൂപത്തിലോ സമ്പന്നരിൽ പ്രശോഭിക്കുന്ന പ്രകൃതിയോടോ കാണാമെന്നോ നനയ്ക്കരുത്. അത് എല്ലാ ജീവിയിലും സച്ചിത്ത് ആനന്ദമായി സഹജമായുണ്ട്. ഈ വീക്ഷണം നേടുന്നതിന് സുദീർഘമായ സാധന ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ചെറുകാര്യങ്ങളോടെ നിങ്ങൾക്ക് ആരംഭിക്കാം. മറ്റുള്ളവർക്ക് ശല്യമാകുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാം, അല്ലേ? മറ്റൊരാൾക്ക് സേവനം അനുഷ്ഠിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലായിരിക്കാം, അഥവാ മനസ്സില്ലായിരിക്കാം. എങ്കിൽ പോലും ചുരുങ്ങിയ പക്ഷം അവർക്ക് ഹാനികരമാകുന്നവയിൽ നിന്ന് പിൻവാങ്ങുകയെങ്കിലും ആവാം. തീർച്ചയായും അത് തന്നെ ശ്ലാഘനീയമായ സേവനമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ പറയുന്ന വാക്കെടുക്കുക. വാക്ശുദ്ധി മനഃശുദ്ധിയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് ശാന്തഭാഷണത്തിനും മധുരഭാഷണത്തിനും ലഘുഭാഷണത്തിനും സ്വാധിക ഭാഷണത്തിനും ഞാൻ നിഷ്കർഷിക്കുന്നത്. കോപമില്ല, ചൂടില്ല, വിദ്വേഷമില്ല. അത്തരം ഭാഷണങ്ങൾ കലഹമുണ്ടാക്കില്ല, രക്തസമ്മർദ്ദം ഉണ്ടാക്കില്ല, ഭിന്നിപ്പുണ്ടാക്കില്ല. അത് പരസ്പര ബഹുമാനവും പ്രേമവും വർദ്ധിപ്പിക്കും. വീണ്ടും പറയട്ടെ, മറ്റുള്ളവർ ചെയ്യുന്ന സത്കാര്യങ്ങളെയോ സാധനയെയോ നിന്നാപൂർവം ഹസിക്കല്ലേ, അന്വേഷിക്കുക, പക്ഷെ അപമാനിക്കരുത്. മറ്റുള്ളവരുടെ ആത്മാർത്ഥതയെ മാനിക്കുക. പ്രായം ചെന്നവരെയും നിങ്ങളെക്കാൾ കൂടുതൽ ലോകപരിചയമുള്ളവരെയും ആദരിക്കുക. കൂട്ടത്തിൽ കൂടുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ സാഹോദര്യ ഭാവവും വർഷിച്ചുകൊണ്ട് സത്പെരുമാറ്റങ്ങളുടെ വഴിക്ക് നീങ്ങുക. സമൂഹത്തിന്റെയും മനുഷ്യവർഗത്തിന്റെയും സന്തുഷ്ടിക്ക് പാടുപെടുക. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുക. സത്കാര്യം ചെയ്യാൻ വെമ്പുകയും നല്ലവനായിരിക്കുകയും ചെയ്യുക. ആശുപത്രിയെ സംബന്ധിച്ച് തടങ്ങായതുകൊണ്ട് മറ്റു ചിലത് കൂടി പറയാം. നിങ്ങളുടെ ഭക്ഷണം ക്രമീകരിച്ച് ചില ദുശീലങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ആരോഗ്യം സംരക്ഷിക്കാം. മിതവും സാത്വികവുമായ ആഹാരം മനഃശാന്തിയും ശാരീരിക ആനന്ദവും വളർത്തും. ഭഗവാൻ ശ്രീ സത്യസായി ബാബ 21/9/1960 സത്യസായി ആശുപത്രിയിൽ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. ഓം ശ്രീ സായിരാം. സായിരാം ചേച്ചി, അനുഭവം പറയാൻ തുടങ്ങട്ടെ? പറഞ്ഞോളൂ. ഓം ശ്രീ സായിരാം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന അനുഭവങ്ങൾ, എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ സ്വാമിയുടെ ഫോൾഡിൽ വന്നെന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും
എങ്ങനെയാണ് ഭഗവാന്റെ ഫോൾഡിൽ വന്നെന്നും പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാനും ഭഗവാന്റെ ഫോൾഡിൽ വന്നെന്നും ഒന്ന് ചുരുക്കി പറയുകയാണ്. ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവമാണ്. 1962-65 കാലഘട്ടത്തിലാണ്. എൻ്റെ മദറിൻലായാണ് ആദ്യമായിട്ട് സ്വാമിയുടെ ഫോൾഡിൽ വന്നത്. അന്ന് എൻ്റെ അമ്മയുടെ ബ്രദർ സ്വാമിയുടെ ഒരു ചെറിയ ഫോട്ടോ അമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സത്യസായി ബാബയാണ്, ദൈവത്തിനെ പോലെയാണ്, ഒരുപാട് ശക്തിയൊക്കെ ഉള്ള ഇതാണ് എന്നാണ് ഞാൻ കേട്ടത്. നീ ഇത് പൂജാമുറിയിൽ വെച്ചുകൊള്ളൂ, പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചോളൂ. അമ്മ അങ്ങനെ മറ്റുള്ള പടങ്ങളുടെ കൂട്ടത്തില് ആ ഫോട്ടോയും പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചു. പക്ഷെ അച്ഛന് ഭയമായിരുന്നു. അച്ഛൻ ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ അമ്മ എന്തായാലും ആ പടം കൊണ്ടുവച്ച് പിറ്റേ ദിവസം തന്നെ അച്ഛൻ ആ പടം കണ്ടിട്ട് ചോദിച്ചു, ഇതാരാ ഇത്രയും മുടിയൊക്കെ ആയിട്ട്, ഇതാരാ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, അമ്മ കാര്യം പറഞ്ഞു, ഇങ്ങനെ ബ്രദർ കൊണ്ട് തന്നതാണെന്നും അത് ഭഗവാൻ ഒരു ദൈവിക ശക്തിയുള്ള ആളാണെന്നും ഒക്കെ പറഞ്ഞു. പക്ഷെ അച്ഛന് ഒട്ടും വിശ്വാസമേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെന്തിട്ട, ട്രിവാൻഡ്രത്ത് ചെന്തിട്ട രാമലിംഗം പിള്ള സാർ എന്ന് പറയും, അദ്ദേഹം വലിയൊരു സായി ഭക്തനായിരുന്നു. അവിടെ ഇങ്ങനെ ഭജനയെല്ലാം നടക്കുന്നുണ്ടെന്ന് അമ്മ അറിഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അനുവാദത്തോടു കൂടി അമ്മയും അവിടെ ഭജനയ്ക്ക് പോകാൻ തുടങ്ങി. അച്ഛൻ മാത്രം പോയില്ല. അച്ഛൻ ഒട്ടും വിശ്വാസമേ ഇല്ലായിരുന്നു. മാമന്റെ കൂടെയാണ് അമ്മ ഭജനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവർക്കൊരു പ്രോപ്പർട്ടി, ട്രിവാൻഡ്രത്ത് ഒരു പ്രോപ്പർട്ടി ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതായിട്ട് എടുക്കാൻ പോകുന്നെന്നറിഞ്ഞ് അച്ഛൻ ഇങ്ങനെ അമ്മയോടുത്ത് പറഞ്ഞു, ഈ പ്രോപ്പർട്ടി അടുത്ത വ്യാഴാഴ്ചക്കുള്ളിൽ വിൽക്കാൻ പറ്റിയ ഞാൻ നീ പറയുന്ന ഈ വീഡിയോ അണയ്ക്കൂ, വിജയലക്ഷ്മി വീഡിയോ അണയ്ക്കൂ. അപ്പോൾ അച്ഛൻ അമ്മയെടുത്ത് പറഞ്ഞു, നീ പറയുന്ന ഈ സായിബാബ ഞാൻ വിശ്വസിക്കണമെങ്കിൽ അടുത്ത വ്യാഴാഴ്ചക്കുള്ളിൽ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആള് വരണം എന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞു. അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം സ്വാമി ഈശ്വരനാണ്, സ്വാമിയെ കണ്ടിട്ടില്ല. പക്ഷെ എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അമ്മയ്ക്ക് സ്വാമിയെടുത്ത് എന്തോ ഒരു വലിയ അടുപ്പമായിരുന്നു. അങ്ങനെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, സ്വാമി ഇനിയും ഓരോ ദിവസവും കടന്നുപോയി, ആള് വന്നില്ലെങ്കിൽ അച്ഛൻ ഇനി എന്നെ ഭജനയ്ക്ക് പോലും വിടത്തില്ല. അങ്ങനെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ വ്യാഴാഴ്ച എത്തി. വ്യാഴാഴ്ച വൈകുന്നേരം വിളക്ക് കത്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ അഡ്വാൻസും കൊണ്ട് വന്നു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട്. അങ്ങനെ അച്ഛന് അത് ആയപ്പോൾ അച്ഛന് കുറച്ച് വിശ്വാസം വന്നു. എന്നിട്ടും അത്രയും പോരാ. അങ്ങനെ ഇരിക്കവേ അമ്മയ്ക്ക് കടുത്ത പനിയായി. അന്നേരം എൻ്റെ ഹസ്ബൻഡിന് ആ സമയത്ത് ഒരു 7 വയസ്സ് 8 വയസ്സ് പ്രായം, താഴെ 3 സിസ്റ്റേഴ്സാണ്, എല്ലാം കൊച്ചു കുട്ടികളാണ്. അങ്ങനെ ഇരിക്കുമ്പം സന്ധ്യാസമയത്ത് ഇവര് പൂജാമുറിയിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് കടുത്ത പനിയായപ്പോൾ അവിടെ സ്ഥിരമായിട്ട് വീട്ടില് ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു നേഴ്സ് വരാറുണ്ട്. അങ്ങനെ പുള്ളിക്കാരി വന്ന് അമ്മയ്ക്ക് ഒരു പെൻസിലിൻ ഇഞ്ചക്ഷൻ കൊടുക്കും. ഇഞ്ചക്ഷൻ എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ ശരീരമെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. വായിൽ നിന്നെല്ലാം പതയെല്ലാം വന്നു. അപ്പൊ നഴ്സിന് മനസ്സിലായി ഇത് പെൻസിലിൻ റിയാക്ഷൻ ആണെന്ന്. അച്ഛനാണെങ്കിൽ അവിടെ ഇല്ല. അച്ഛൻ പുറത്ത് അടുത്ത ഏതോ വീട്ടിൽ പോയിരിക്കുകയാണ്. വീട്ടില് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനിടയിൽ കുട്ടികള് സിസ്റ്റേഴ്സ് എല്ലാം അവിടെ പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. എല്ലാം ചെറിയ കുട്ടികൾ, 6 വയസ്സ് 4 വയസ്സ് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴും ഇവര് തന്നെ അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയുകയാണ്, ആരോ കുറെ ഭസ്മം വാരി ഇടുന്നു എന്ന് കുട്ടികൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു. ആരോ ഭസ്മം എറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഈ നേഴ്സ് കേട്ടിട്ട് പറഞ്ഞ, അതെന്തായാലും എടുത്തുകൊണ്ട് വാ, ഇങ്ങു കൊണ്ട് വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഭസ്മം വീണതിന് ഇവര് എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ തന്നെ ആ നേഴ്സ് അമ്മയുടെ നെറ്റിയിലൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ശാന്തമായി, അമ്മ നോർമലായി. അപ്പൊ ഇതിനിടയിൽ എൻ്റെ ഹസ്ബൻഡ് ഓടി പോയി അച്ഛനെ നിൽക്കുന്നിടത്തു നിന്ന് പോയി വിളിച്ച്
അച്ഛൻ ഡോക്ടറെയും ഒക്കെ വിളിച്ച് ഡോക്ടറുമായിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മ ഏകദേശം നോർമലായി. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഇത് പെൻസിലിൻ റിയാക്ഷൻ ആണ്, എന്തായാലും വലിയൊരു മിറക്കിൾ തന്നെയാണ്. കാര്യം പെൻസിലിൻ റിയാക്ഷൻ വന്നാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. അപ്പോൾ ഇതിനിടയിൽ ഈ പെൻസിലിൻ റിയാക്ഷനിൽ ഇങ്ങനെ അമ്മ കിടക്കുമ്പോഴും അമ്മ സ്വാമിയെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സ്വാമി, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ചെറുതാണ്, എന്നെ ഇപ്പോഴേ വിളിക്കല്ലേ സ്വാമി എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ അമ്മ ഡോക്ടർ വന്ന് നോക്കി, എല്ലാം അമ്മ നോർമലാണെന്ന് പറഞ്ഞു, എല്ലാം ശരിയായി. പക്ഷെ ഈ ഒരു അനുഭവം അച്ഛന് കുറച്ചുകൂടെ വിശ്വാസത്തിലേക്ക് നയിച്ചു. അച്ഛന് സ്വാമിയെ കാണണമെന്ന് തോന്നി. അങ്ങനെ അച്ഛനും അമ്മയും ആദ്യമായിട്ട് പുട്ടപ്പർത്തിയിലേക്ക് പോയി. അന്ന് കുൽബന്ധ ഹാളൊന്നും ഇല്ല, ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ്. വെളിയിൽ ഷെഡും അങ്ങനത്തെ കാര്യങ്ങളാണ്, ഇന്നത്തെ സൗകര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു. അപ്പം സ്വാമി ദർശനത്തിന് ലേഡീസ് സെപ്പറേറ്റ്, ജെന്റ്സ് സെപ്പറേറ്റുമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അച്ഛൻ്റെ അടുത്ത് സ്വാമി ഇങ്ങനെ വന്നു. അടുത്ത് വന്നിട്ട് സ്വാമി ചോദിച്ചു, വൈഫുക്ക് പെൻസിലിൻ റിയാക്ഷൻ വന്നാച്ച് ரொம்ப ഭയമാച്ചാ, ഞാൻ താ അവളെ കാപ്പാത്ത് എന്ന് സ്വാമി തമിഴില് അച്ഛനടുത്ത് പറഞ്ഞു. എന്നിട്ട് സ്വാമി വിഭൂതി സൃഷ്ടിച്ച് കൊടുത്തിട്ട് പറഞ്ഞ്, അവള് ரொம்ப വീക്ക, വിഭൂതി സാപ്പിടാ സൊല്ല് എന്ന് സ്വാമി പറഞ്ഞ് വിഭൂതി കൊടുത്തു. അതേസമയം സ്വാമി അമ്മയുടെ അടുത്തും ഇതേപോലെ ചെന്നിട്ട് പെൻസിലിൻ റിയാക്ഷൻ ആണോ എന്ന് ചോദിച്ചില്ല, ബോഡി ரொம்ப വീക്കാണ്. എന്നിട്ട് അമ്മയുടെ കയ്യിലും വിഭൂതി ഇങ്ങനെ സൃഷ്ടിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് വിഭൂതി സാപ്പിട് എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ശരിക്കും സ്വാമിയുടെ ഭക്തരായി പുട്ടപ്പർത്തിയിൽ അടിക്കടി പോവുകയും ദർശനം നടത്തുകയും അങ്ങനെ വീട്ടില് തന്നെയും നിത്യം എല്ലാ വ്യാഴാഴ്ചയും വീട്ടില് ഭജന തുടങ്ങി. വീട്ടില് അന്ന് അച്ഛന് ഭയങ്കരമായിട്ട് സ്വാമിയിൽ അങ്ങ് മുഴുകിയിരിക്കുന്ന ഇതാണ്. അച്ഛൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു. എന്നിട്ട് അച്ഛൻ നന്നായി വരയ്ക്കുകയും ചെയ്യും. സ്വാമിയുടെ അച്ഛൻ വരച്ച പടം സ്വാമിയുടെ കുടുംബ വീട്ടിലെ ഇപ്പോഴും ഇരിപ്പുണ്ട്, സ്വാമിയുടെ പടം. അപ്പം AR വരെ പാട്ടുകാർ വന്ന്, ആൾ ഇന്ത്യ റേഡിയോ വരെ പാടുന്നവരെ അച്ഛൻ വ്യാഴാഴ്ച വിളിപ്പിച്ച് ഭജന പാടിക്കുമായിരുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾ അങ്ങനെ ഭജനയും വീട്ടിലെ വ്യാഴാഴ്ച ഭജനയും ഒക്കെ ആയിട്ട് പോയി. കാലം കടന്നുപോയി, കുട്ടികളെല്ലാം വലുതായി. മൂത്ത സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ മൂത്തതും രണ്ടാമത്തതിന്റെയും കല്യാണമൊക്കെ ആയപ്പോൾ വന്നു കയറിയ മരുമക്കൾക്കാർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർക്കൊന്നും ഇതിനെ കുറിച്ച് ഒന്നും അറിയുമില്ല, അവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ പിന്നെ അച്ഛൻ ഭജനയെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഇരിക്കവേ ഒരിക്കൽ പുട്ടപ്പർത്തിയില് ഇങ്ങനെ പോയിട്ട് സ്വാമിയെ കാണുമ്പം അച്ഛൻ സ്വാമിയുടെ തന്നെ ഒരു ഫോട്ടോ വാങ്ങി സ്വാമിയുടെ കൊടുത്തു. സ്വാമിയുടെ സിഗ്നേച്ചർ ഇടിപ്പിച്ച് സ്വാമി അതിൽ ഒപ്പെല്ലാം വെച്ചു. എന്നിട്ട് സ്വാമി പറഞ്ഞു, പോകുന്ന വഴിക്ക് ഇത് തുറന്ന് നോക്കുകയേ ചെയ്യരുത്, വീട്ടിൽ പോയിട്ട് ഇത് ഓപ്പൺ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് സ്വാമി ഫോട്ടോ ചുരുട്ടി കൊടുത്തു, റോൾ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അച്ഛൻ ഇത് ട്രെയിനിൽ വരികയായിരുന്നു. അപ്പൊ സഹയാത്രികരെല്ലാം പുട്ടപ്പർത്തി സ്വാമിയുടെ ഭക്തരാണെന്ന് കണ്ടിട്ട് അച്ഛന് ഒരു ജിജ്ഞാസ, ഇതൊന്ന് തുറന്ന് കാണിക്കണം എന്ന്. അങ്ങനെ അച്ഛൻ ട്രെയിനിൽ ഇരുന്ന് തന്നെ അതിനെ തുറന്ന് അവരെ കാണിക്കാനായിട്ട് തുറന്നപ്പോൾ സിഗ്നേച്ചറേ ഇല്ല അതിനകത്ത്, സ്വാമിയുടെ സിഗ്നേച്ചറേ ഇല്ല. അപ്പോഴച്ഛന് മനസ്സിലായി ഇത് ഭഗവാൻ പറയുന്നത് അതേപോലെ അനുസരിച്ചില്ലെങ്കിൽ ഇതായിരിക്കും ഫലം എന്ന് അച്ഛന് മനസ്സിലായി. അങ്ങനെ ഒരുപാട് ഭക്തിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ട്രിവാൻഡ്രത്ത് വരുന്നതായിട്ട് അറിഞ്ഞു അച്ഛൻ. അങ്ങനെ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ അപ്പൊ അച്ഛന് ഒരേ ഒരു വാശി, അച്ഛൻ അന്ന് ഒരു പുതിയ വീട് വെക്കാനുള്ള പരിപാടിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ 6 മാസത്തെ സമയമുണ്ട് സ്വാമി വരാനായിട്ട്. അപ്പോഴ് ആ വീട് എത്രയും പെട്ടെന്ന് 6 മാസം കൊണ്ട് അച്ഛൻ ഒരു 2 നില വീട് പണിതു. അന്ന് സ്വാമി ട്രിവാൻഡ്രത്ത് വരുമ്പോൾ സ്വാമിയെ വീട്ടിൽ കൊണ്ടുവരണമെന്നും സ്വാമിയെ കൊണ്ട് ബ്ലസ് ചെയ്യിപ്പിക്കണമെന്നും എന്നൊക്കെയായിരുന്നു അച്ഛൻ്റെ പ്ലാൻ. അങ്ങനെ അച്ഛൻ ആ വീട് പൂർത്തിയാക്കി. റെക്കോർഡ് ഭേദിച്ച വീടായിരുന്നു, അതിന് സായി വിഹാർ എന്ന പേരും ഇട്ടു. എന്നിട്ട് അത് കഴിഞ്ഞ്
സ്വാമി ട്രിവാൻഡ്രത്ത് വന്നു. അച്ഛൻ അന്ന് വളരെ ആക്റ്റീവായി സേവാദളായിട്ട് കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് സ്വാമിയെ എടുത്ത് പറഞ്ഞു, സ്വാമി ഞാൻ പുതിയ വീട് വെച്ചിരിക്കുന്നു, സ്വാമി വന്ന് ബ്ലസ് ചെയ്യണം എന്ന് സ്വാമിയോട് പറഞ്ഞു. സ്വാമി പറഞ്ഞു, ഞാൻ അങ്ക വந்தாച്ച്, നീ പോയി അങ്ക പാര് എന്ന് സ്വാമി ഇത്രയും പറഞ്ഞു. സ്വാമി വന്നില്ല. അപ്പം തിരിച്ച് ഇവരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ നല്ല വിഭൂതിയുടെ മണം. അപ്പോഴ് ഇവര് എല്ലാവരും വന്നപ്പോൾ അകത്ത് പൂജാമുറിയില് സ്വാമിയുടെ പടത്തിനുള്ളിൽ വിഭൂതി വന്നിരിക്കുന്നതായി കണ്ടു. ഇതെല്ലാം ഈ പെൺകുട്ടികളുടെയൊക്കെ കല്യാണത്തിന് മുമ്പുള്ള സംഭവമാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ വിവാഹമായി. ഞങ്ങളുടെ വിവാഹം നടന്നത് 1985 എൻ്റെ വിവാഹം നടന്നത്. അന്ന് ഹസ്ബൻഡ് ദുബൈയിലാണ്. ഞങ്ങൾ 30 വർഷം ദുബൈയിൽ താമസിച്ചിട്ട് 2016 ഞങ്ങൾ ട്രിവാൻഡ്രത്ത് തിരിച്ചു വന്ന് സെറ്റിലായത്. അപ്പൊ എനിക്ക് ഈ സ്വാമിയിൽ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ അച്ഛൻ അന്ന് വന്ന് അന്വേഷിച്ചിട്ട് വന്ന് പറഞ്ഞു, ഇവരെല്ലാം സായിബാബ ഭക്തരാണ് എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷെ അന്ന് ഞാൻ സ്വാമിയെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. എനിക്ക് സായിബാബ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. 1985 പക്ഷെ എന്തോ ഇങ്ങനെ അറിയാം, ആരോ ഒരാൾ ഇങ്ങനെ ഭസ്മമൊക്കെ സൃഷ്ടിച്ചു കൊടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ കുട്ടികൾ പറയുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കൂട്ടുകാരൊക്കെ. അല്ലാതെ ഇതിപ്പം ഇങ്ങനെയാണെന്നൊന്നും സ്വാമിയുടെ ഒരു മഹിമയും ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഈ 15 വർഷം ഇതിനിടയിൽ 2001 അല്ലെങ്കിൽ 2000 എക്സാക്റ്റ് ഓർമ്മിക്കുന്നില്ല, അപ്പോഴേക്കാണ് ഞാൻ ശരിക്കും സ്വാമിയുടെ ഫോൾഡിലോട്ട് വരുന്നത്. അതുവരെ എല്ലാ വെക്കേഷനും ഞങ്ങൾ ഇങ്ങനെ വരും. വെക്കേഷനിൽ വരുമ്പോഴെല്ലാം സിസ്റ്റേഴ്സ് ഇവരെല്ലാം പുട്ടപ്രത്തിയിൽ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്കതിൽ യാതൊരു താല്പര്യവുമില്ല. എന്നോട് അമ്മയോ മറ്റുള്ളവരോ ഇങ്ങനെ സ്വാമി ഒരു അവതാരമാണെന്നോ അല്ലെങ്കിൽ ഇതിൽ വരണമെന്നോ അതിനെക്കുറിച്ച് ആരും എന്നെ ഫോഴ്സ് ചെയ്തതുമില്ല, ആരും എന്നോട് പറഞ്ഞതുമില്ല. അപ്പൊ എനിക്കും അതിൽ താല്പര്യമില്ല. പിന്നെ ഹസ്ബൻഡിനും ഒരു യൂത്തൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയും അത്രയും അങ്ങ് ഈ സ്വാമിയുടെ ഫോൾഡ് സ്വാമി ഉള്ളിലുണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കുകയോ എന്നോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കവേ ഒരു സിസ്റ്റർ പുട്ടപ്രത്തിയിൽ വന്ന് തിരിച്ചു വരുമ്പോൾ കുറച്ച് ലോക്കറ്റും സ്വാമിയുടെ ലോക്കറ്റും വിഭൂതിയൊക്കെ ആയിട്ട് വന്നു. അന്ന് അവിടെ വേറെയും കുറച്ച് ആരൊക്കെയോ ഉണ്ടായിരുന്നു. അന്ന് അവർക്കെല്ലാം ലോക്കറ്റൊക്കെ കൊടുത്തു. പക്ഷെ എനിക്ക് മാത്രം തന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. അയ്യോ, എനിക്ക് മാത്രം തന്നില്ലല്ലോ ലോക്കറ്റ്. പക്ഷെ ഞാൻ അതിലൊന്നും ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ടാണ് എനിക്ക് തരാതിരുന്നത്. എന്തോ എനിക്ക് പെട്ടെന്നൊരു വാശി, എനിക്ക് സ്വാമിയുടെ ഒരു ലോക്കറ്റ് വേണം. പക്ഷെ എനിക്ക് അവരോടൊട്ട് ചോദിക്കാനും എനിക്ക് തോന്നിയില്ല. അങ്ങനെ തന്നെ ഞാൻ അന്ന് പുത്തരിക്കണ്ടം മൈതാനം ട്രിവാൻഡ്രത്ത് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ ആ എക്സിബിഷൻ സ്റ്റാളിൽ പോയി. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തായാലും സ്വാമിയുടെ ലോക്കറ്റ് ചിലപ്പോൾ കാണുമായിരിക്കും. അങ്ങനെ ഞാൻ ഒരു സ്റ്റാളിൽ കയറിയപ്പോൾ സ്വാമിയുടെ ലോക്കറ്റ്, കുറച്ച് വലിയ ലോക്കറ്റാണ്. അങ്ങനെ ഞാൻ അത് വാങ്ങി, അത് ഞാൻ ധരിക്കുകയും, പക്ഷെ ഞാൻ ആരെടുത്തും പറഞ്ഞതുമില്ല. പക്ഷെ അമ്മ എൻ്റെ അടുത്ത് പണ്ട് പറയുമായിരുന്നു, ഭഗവാൻ വിചാരിക്കുന്ന സമയത്തെ നമുക്ക് ഭഗവാനെ അറിയാനും അടുക്കാനും കഴിയും. ഭഗവാന്റെ സങ്കല്പം കൊണ്ട് മാത്രമേ അത് നടക്കൂ എന്ന് അമ്മ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ സ്വാമി എൻ്റെ ഡ്രീമിൽ വരുമായിരുന്നു. സ്വാമി ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴ് ഇങ്ങനെ വിഭൂതി കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് വിഭൂതി വീഴുന്നതായിട്ടും പിന്നെ ഞങ്ങളുടെ ദുബൈയിലെ ഫ്ലാറ്റിൽ ഭജന നടക്കുന്നതായിട്ടും ഒക്കെ ഞാനിങ്ങനെ ഡ്രീമിൽ കാണുമായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ഭക്തൻ, സ്വാമിയുടെ ഭക്തൻ ദുബൈയിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഭജന വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഭജന വെച്ചു. പക്ഷെ പാട്ടുകാർ എവിടെ നിന്നാണോ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല.
എല്ലാ പാട്ടുകാരും ഒരുപാട് ഇൻസ്ട്രുമെന്റ്സും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഭജന തന്നെ അന്ന് നടന്നു. അതിനുശേഷം ഞാൻ ചുരുക്കി പറയാം, ഇനി സമയം കുറച്ചേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും അവിടെ ഭജന 2-3 ഫാമിലികൾ ചേർന്ന്, ഒന്നും പാടാനോ ആരതിയൊന്നും കാണാതെയോ ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ പാടി, അങ്ങനെ ആ ഭജന തുടങ്ങിയത് 13 വർഷം നിർത്താതെ പോയി. 13 വർഷം നമ്മുടെ വീടൊരു ഭജന സെന്റർ ആയിരുന്നു. അങ്ങനെ സ്വാമിയുടെ ഒരുപാട് അനുഭവങ്ങൾ അപ്പോഴും ഉണ്ടായി. പല ഡ്രീമുകൾ കിട്ടി. അതിലെല്ലാം സ്വാമി പലതും എന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്വാമിയുടെ ഫസ്റ്റ് ദർശനത്തിന് ഞാനൊരു 2001 തോന്നുന്നു. അന്ന് മോക്കൊരു 7 വയസ്സോ 8 വയസ്സോ കാണും. ഞാനും എൻ്റെ മദറില്ലായും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ദർശനത്തിന് ഫസ്റ്റ് ടോക്കൺ, സെക്കൻഡ് ടോക്കൺ, തേർഡ് ടോക്കൺ ഒക്കെ കിട്ടി. സ്വാമി ഏറ്റവും ഫ്രണ്ടിൽ വരെ വന്നു നിന്നു. ആ റോബ് ഇങ്ങനെ തട്ടിയില്ല എന്ന് പറഞ്ഞു നിന്നു. ഞാൻ ഒരു കത്ത് എങ്ങനെ എഴുതണമെന്നൊന്നും അറിയില്ല. കത്ത് എഴുതി ഭഗവാന് വെച്ച് നീട്ടി ഭഗവാൻ വാങ്ങിച്ചു. പക്ഷേ പാദ നമസ്കാരം ഒന്നും എടുക്കാനോ ചോദിക്കാനോ ഒന്നും പറ്റിയില്ല. കത്ത് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. അപ്പം മോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ എന്തിനാ കരയുന്നേ? പക്ഷെ എനിക്ക് അന്ന് ഭഗവാന്റെ അടുത്ത് ഇപ്പോഴുള്ള പ്രേമമോ ഭക്തിയോ ഒന്നും ഇല്ലായിരുന്നു. യാന്ത്രികമായി ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട്. പിന്നെ ഒരുപാട് ദർശനങ്ങൾ അതുപോലെ പോയി. പിന്നെ ഭഗവാന്റെ സമാധി സമയം ഒരാഴ്ച അവിടെ നിൽക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഒരുപാട് അനുഭവങ്ങൾ അതിനുശേഷം ഉണ്ടായി. ഇനിയിപ്പോൾ സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഒരു ബാലവികാസ് ഗുരുവായി. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം ഇപ്പോൾ. പിന്നെ എൻ്റെ മദറില്ല ഈ അനുഭവങ്ങളെല്ലാം എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഞാൻ സ്വാമിയിൽ അത്രമാത്രം വിശ്വസിച്ചതിന് ശേഷം മാത്രമാണ് അമ്മ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ആണ് സെറ്റിലായത്. പക്ഷെ നഷ്ടപ്പെട്ടു പോയ 15 വർഷങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടമാണ്. അന്ന് സ്വാമിയുടെ അടുത്ത് പോകാനോ ആ വർഷങ്ങൾ അത്രയും എനിക്ക് നഷ്ടമായി. അതുകൊണ്ട് ഭഗവാൻ തരുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കി കളയരുത്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് സായിരാം. സായിരാം ചേച്ചി. സായിരാം ഷീല, വെരി നൈസ്. വീഡിയോ ഓഫ് ചെയ്തോളൂ. వేసుకుందురు మీరు విషమిత్తు ఫలములు. You have sown the seed of poison. ఆశింతురు నేడు అతిరుచ్య ఫలములు. But you expect very tasteful fruits. కడు చేదు కాయలు తినలేక You cannot partake the bad fruits. దోషము నా పైన దోషి వాదింతురు. And you blame me later. వేసుకున్నటువంటిది విషవిత్తులు. What you have sown are poisonous seeds. ఆశించేది తీయని ఫలములు. But you expect sweet fruits. చేదు ఫలములు భుజించలేక దోషము భగవంతుని పైన వేస్తున్నారు. As you cannot partake bitter fruits, you blame God. ఇది అజ్ఞానము. This is ignorance. ఇలాంటి మానవత్వం లోపల ఎంత పవిత్రమైన నువ్వు ఉండవలసినటువంటి స్థితి. In such a human life, what kind of sanctity you expect? కనుక మొట్టమొదట మనము సద్గుణములను సదాచారములను లోపల ప్రవేశింపచేసుకోవాలి. Therefore, we should entertain good thoughts and good feelings. ఇలాంటి భావములు ఒక్క దైవ చింతన చేతనే లభ్యమవుతుంది. We can have such sacred thoughts by thinking of God. സായിരാം. ആനന്ദ് വീഡിയോ ഓൺ ചെയ്തിട്ട് പാടിക്കോളൂ മോനെ. ബാലവികാസ് സ്റ്റുഡന്റ് ആണ്. ഷീലയുടെ ബാലവികാസ് സ്റ്റുഡന്റ് ആണ്. പാടിക്കോളൂ. രാധികാ ജീവനാ രാധികാ ജീവനാ കൃഷ്ണ ജനാർദ്ദനാ കൃഷ്ണ ജനാർദ്ദനാ രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോപാല ദേവകി നന്ദന ദേവകി നന്ദന നന്ദനന്ദന ഹേ ഗോപിക നന്ദന നന്ദനന്ദന ഹേ ഗോപികാ രഞ്ജന മുരളി മോഹന മുരളി മോഹന
मधुसूदना कृष्ण कृष्ण श्री मधुसूदना राधिका जीवना कृष्ण जनार्दना राधे गोविंदा राधे गोपाला देवकी नंदना नंद नंदना हे गोपिका रंजना मुरली मोहना श्री मधुसूदना कृष्ण कृष्ण श्री मधुसूदना राधिका जीवना साईराम രാം സായിരാമോനെ. സായി ഉപമ. എന്റെ രഹസ്യം മനസ്സിലാക്കാൻ ആർക്കും സാധിക്കുകയില്ല. നിങ്ങൾ പ്രേമം, സത്യം എന്നീ 2 ഗുണങ്ങൾ വളർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കുക പോലും വേണ്ട. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന 2 കമ്പികൾ കൂടിച്ചേരുമ്പോൾ വിദ്യുത് ശക്തി പ്രവഹിക്കുന്നു. അതുപോലെ നരൻ സത്യം, പ്രേമം എന്നീ ഗുണങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ നാരായണനുമായി സംയോജിക്കുമ്പോൾ ഈശ്വര ശക്തി പ്രവഹിക്കുന്ന മാധ്യമമായി തീരുന്നു. മന്ദിരങ്ങൾ നിർമ്മിക്കുന്നതിനേക്കാളും പ്രാധാന്യമുള്ളത് വ്യക്തിഗത പുനരുദ്ധാരണത്തിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. കെട്ടിടങ്ങളല്ല, ഗുണങ്ങളാണ് വർദ്ധിപ്പിക്കേണ്ടത്. നിങ്ങൾ പറയുന്നതെന്തോ അതുപോലെ പ്രവർത്തിക്കുക. അതാണ് യഥാർത്ഥ തീർത്ഥയാത്ര. നിങ്ങളുടെ മനസ്സിലെ അസൂയ, വെറുപ്പ് എന്നിവ കളഞ്ഞ് അതിനെ ശുദ്ധീകരിക്കുക. അതാണ് യഥാർത്ഥ പുണ്യ നദീ സ്നാനം. ജയ സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം.